അപ്പോൾ വെൽക്കം ബാക്ക് ടു AG ട്രക്കർ. അപ്പോൾ നിങ്ങൾക്ക് പകുതി മുക്കാൽ പേർക്കും അറിയണ പോലെ ഞാൻ കേരളം തൊട്ട് കാശ്മീർ വരെ ഫ്രീ ലിഫ്റ്റ് അടിച്ച് പോകുന്നു. അപ്പോൾ എൻ്റെ പോയ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഹൈദരാബാദാണ്. ഇനി എനിക്ക് പോകേണ്ടത് ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂരിക്കാണ്, മഹാരാഷ്ട്രയ്ക്കാണ് എനിക്ക് പോകേണ്ടത്. ഹൈദരാബാദ് തെലുങ്കാനയിൽ നിന്ന് എനിക്ക് നാഗ്പൂർ മഹാരാഷ്ട്രയ്ക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഈ മഹാരാഷ്ട്രയ്ക്ക് പോണ ഹൈവേ. ഇവിടുന്ന് വേണം ഇനി എനിക്ക് ലിഫ്റ്റ് ചോദിക്കാൻ. എനിക്കങ്ങനെ ഹൈവേന് ലിഫ്റ്റ് കിട്ടി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഈ ഏട്ടനാണ് ലിഫ്റ്റ് വന്നത്. ഈ ഏട്ടൻ നമ്മൾ ഇത്രയും ദിവസം ചെയ്തപ്പോൾ നമുക്ക് 2-3 വണ്ടിയൊക്കെ കയറേണ്ടി വന്നു. പക്ഷേ ഇന്ന് കറക്റ്റ് നാഗ്പൂരിക്ക് പോണ വണ്ടീനെ എനിക്ക് കിട്ടി. ഞാൻ കാണിച്ചു തരട്ടോ ഏട്ടന്. ഏട്ടൻ എനിക്ക് ലിഫ്റ്റ് തന്നെ. आपका नाम क्या है भैया? शिवम मिस्टर. आप कहाँ के हो? MP-യിലേട്ടോ ആളിപ്പോൾ എനിക്ക് ഭോപ്പാൽ. നമുക്ക് കൈ ലിഫ്റ്റ് കാണിച്ചോനെ എനിക്ക് കൈ ലിഫ്റ്റ് വന്നു. അതുപോലെ ആള് നാഗ്പൂരിക്ക് കറക്റ്റ് പോണത്. നമ്മളിപ്പോൾ ശരിക്കും ഹൈദരാബാദ് ഹൈവേന് ഇന്ന് നാഗ്പൂരിക്ക് പോവാണ്. ഇതാണ് നമ്മുടെ ഹൈവേ കേട്ടോ. ഞാൻ ഇപ്പോൾ നിന്നില്ലേ കാണിച്ചത്. ഇതാണ് നാഗ്പൂരിക്ക് പോണ ഹൈവേ പറയണത്. ഇനി പോണത് നമ്മൾ നാഗ്പൂരാണ്. ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അതാണ് കണ്ണാടിയിൽ ഫുള്ള് വെള്ളമായിട്ട് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ തെലുങ്കാനയിൽ നല്ല മഴയാണ്. അപ്പോൾ വേണ്ട ഇവിടേക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല മഴ. ശരിക്കും ഈ സമയം പറയുന്നത് ഇവരുടെ ഇപ്പോഴത്തെ ഉള്ള മാസമൊക്കെ പറയുന്നത് ശരിക്കും വെയിൽ സമയമാണ്. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നില്ലേ ഏട്ടനൊക്കെ ഭയങ്കര കോൺസെൻട്രേഷനായിട്ട് ഓട്ടിച്ചിട്ടാണ് വണ്ടി ഓട്ടിക്കുന്നത്. നല്ല മഴ. തെലുങ്കാനയിൽ ഇവിടെ ഒരു മോസ്ക്, അതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലം കണ്ടോ. ശരിക്കും ഇത് നമ്മുടെ അവിടുത്തെ കാണുന്ന പോലെ അമ്പലം. മോസ്ക് ഒരു 50 മീറ്ററാണ് ഈ അമ്പലവും. ഇവിടെ ഒരു അമ്പലം. ഇത് ഒരു ഹിന്ദി സ്റ്റൈൽ അമ്പലം പോലെയുണ്ട്. പക്ഷെ അപ്പോളെ കണ്ട അമ്പലം ശരിക്കും നമ്മുടെ ഈ തമിഴ്നാട് ഈ ഏരിയയിലൊക്കെ കാണുന്ന അമ്പലം പോലെ തന്നെയാണ്. ഒരു ബൈക്കിൽ ആൾക്കാർ സെഞ്ചു കൊണ്ടുപോകണം. നമുക്ക് ഒരു ബാഗ്, അപ്പുറത്തെ സൈഡ് ഒരു ബാഗ്, അതുപോലെ എൻ്റെ ഫ്രണ്ടിൽ ഒരു ബാഗ്. ഇത്രയും ബാഗ് വെച്ചിട്ടാണ് ഇവിടെ വണ്ടിയിൽ ആൾക്കാർ പോണത്. നാഗ്പൂരിക്ക് 560 കിലോമീറ്ററാണ് ഉള്ളത്. ഈ 560 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം 5 മണിക്കൂർ to 8 മണിക്കൂറാണ് എടുക്കുക. അത് നമ്മൾ വരുന്ന വണ്ടി സിറ്റുവേറ്റ് ചെയ്യിക്കും. ഏത് ഈ ലോറിയൊക്കെ പറഞ്ഞാൽ ഹെവി ലോറിയാണ് പറഞ്ഞാൽ മെല്ലെ വണ്ടി വരുള്ളൂ. മെല്ലെ ലോറി ഒരു 25-30 ആ സ്പീഡിലേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോണത് NH44 ആണ്. ഈ വരുന്ന ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂരിക്കുള്ള ഹൈവേ പറയുന്നത് NH44 ആണ്. അതും പോരാണ്ട് ഇവിടെ 6 ലൈനും 5 ലൈനും 8 ലൈനുമാണ് നമ്മൾ മൊത്തം ഈ ഹൈവേ കൂടെ കാണാൻ പോകുന്നത്. ഈ തുടർന്ന് മൊത്തം ഹൈദരാബാദ് ടു തെലുങ്കാന നമ്മൾ കുറേ കൃഷി സ്ഥലം, പിന്നെ മലകൾ, പിന്നെ കുറേ ഫോറസ്റ്റ്, ഇതൊക്കെയാണ് ഈ പോണ റൂട്ടിൽ കാണാൻ പോകുന്നത്. ഇത് തെലുങ്കാനയിൽ കൂടെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ എത്തിയിട്ടില്ല. പക്ഷേ ഈ 2 സൈഡും കൃഷി ചെയ്യുന്ന, ഇത് അങ്ങോട്ടും കൃഷി ചെയ്യുന്നുണ്ട്, ഈ 2 സൈഡും കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ വലിയ മലകളാണ്. ഇനി നമ്മൾ പോകുന്നത് ഹൈറ്റിക്കാണ്. ഈ ഹൈവേയിൽ കണ്ടില്ല അധികം വണ്ടികളൊന്നുമില്ല. ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടികൾ മാത്രമേ ഈ ഹൈവേ കൂടെ പോകുന്നുള്ളൂ. അത് കണ്ടോ, നിങ്ങളുടെ ഫ്രണ്ടിൽ കണ്ടോ എത്ര വലിയ വണ്ടിയാണ് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ വണ്ടി അവിടെ പോകാൻ പറ്റാത്ത കാരണം ബാക്ക് എടുക്കുകയാണ്.
വണ്ടിക്ക് വഴി കാണിച്ചു കൊടുക്കണം. അത്രയും വലിയ വണ്ടിക്ക് പോകാൻ പറ്റാണ്ടേ. ഈ വണ്ടിയാണ് കേട് വന്ന് നടക്കണ്ടേ, അടിയിൽ പണിയെടുക്കുന്നുണ്ട്. അത് കാരണമാണ് നമുക്ക് ആ വണ്ടിക്ക് വരാൻ പറ്റാത്ത കാര്യം. ഇത്ര വലിയ വണ്ടി, ഇത്രയും വലിയ സാധനം ഇതിൽ കൂടെ പോകില്ലല്ലോ. ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ അവിടെ കാണില്ലേ, ഇവിടെ ഈ ക്യൂ നിൽക്കുന്ന വണ്ടികളൊക്കെ വെയിറ്റ് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ അത് അവിടെയും ബാക്കിലും ഈ ലൈന് ഫുൾ ഇവിടെ വരുന്ന വണ്ടികളെല്ലാം നിൽക്കണത് പറയാൻ വെയിറ്റ് നോക്കാൻ. അതിൻ്റെ ബാക്കിൽ കുറേ വണ്ടികൾ വരുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ വെയിറ്റ് നോക്കാനാണ്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇതുണ്ട്. ഇപ്പോൾ ഈ വണ്ടി നമ്മുടെ വണ്ടി തന്നെയാണ്, ഈ ഏട്ടൻ്റെ കൂടെ വന്ന ആളുടെ വണ്ടി തന്നെയാണ്. അതും ഇപ്പോൾ വെയിറ്റ് നോക്കാൻ പോവാണ്. കണ്ട വെയിറ്റ് മെഷീൻ ഉണ്ടോ, അതിലിപ്പോൾ വെയിറ്റ് നോക്കുകയാണ്. ഇപ്പം നമ്മളും വെയിറ്റ് നോക്കാൻ പോവാണ്. ഇത് കണ്ട ഈ സാധനത്തിലാണ് വെയിറ്റ് നോക്കുക വണ്ടി. ഇത് ടോള് പോലെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ മെഷീനിൽ കാണിക്കും തോന്നുന്നു വെയിറ്റ്, എനിക്കറിയില്ല കറക്റ്റായിട്ട് എങ്ങനെയാണ്. കണ്ട പാസ്സായി, ആ ഗേറ്റ് പൊങ്ങി. ഏട്ടനൊരു റെസിപ്റ്റ് വാങ്ങിച്ചു വെച്ചു. ഓ പിന്നെ നമ്മൾ ഇങ്ങനെ ചുറ്റിയിട്ട് വേണം ഹൈവേയിലേക്ക് പോകാൻ. ഇവിടെ കുറേ വണ്ടികൾ ഇനി ചുറ്റും. ഇപ്പം ആ വണ്ടി വരുന്നുണ്ട്, ആ വണ്ടി ചുറ്റുന്ന പോലെ ഈ വണ്ടി ഇനി ചുറ്റും. ഇതാണ് സംഭവം. ഏട്ടൻ്റെ കൂടെ നമ്മുടെ ഉമ്മർത്ത് വണ്ടിയിലുണ്ടായിരുന്ന ഏട്ടൻ, ഇത് നമ്മുടെ ഡ്രൈവർ ഏട്ടൻ. അതെന്താ സംഭവം പറഞ്ഞാൽ എന്നിട്ട് നമ്മൾ മഹാരാഷ്ട്രക്ക് എത്തി. അപ്പോൾ ഈ വണ്ടി ഓവർലോഡ് പോകാണ്ടിരിക്കാൻ വെയിങ് മെഷീൻ വെച്ചിരിക്കുകയാണ്. വണ്ടി ഓവർലോഡായാണ് പോകണമെന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടി ടെക്നിക്ക് ഉപയോഗിച്ച് ഈ പോണ സൈഡും ഓവർലോഡ് ആവാൻ പാടില്ല, ഈ വരുന്ന സൈഡും ഓവർലോഡ് ആവാൻ പറ്റില്ല. അപ്പോൾ രണ്ട് സൈഡും ഇതേപോലത്തെ വണ്ടി വെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ കാളവണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? കണ്ട കൃഷിക്ക് വേണ്ടി കൊണ്ടുപോയ കാളവണ്ടിയാണ്. ഇതാ ബാക്കിൽ നമ്മളാ മണ്ണ് വലിക്കാൻ വേണ്ടിയുള്ള സാധനം. ഇവിടെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, കൃഷിക്ക് വേണ്ടി ഇപ്പോഴും കാളവണ്ടി ഉപയോഗിക്കേണ്ടവർ. മഹാരാഷ്ട്രന്റെ പെട്രോളിന്റെ വിലയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 103 രൂപയേ ഉള്ളൂ ഇവിടെ പെട്രോളിന്. പിന്നെ 90 റുപ്പീസ് ഡീസലിന്. വണ്ടർ പെട്രോൾ ചെക്ക് ചെയ്യണ്ട. ഇത് കണ്ട അതിലിട്ടു, വിട്ട ശേഷം എത്ര അളവുണ്ട് നോക്കണം ആ കമ്പിൽ പെട്രോളിന്റെ. ഇതിലിപ്പോ ഇവിടുന്ന് ഇത്രയൊക്കെ കാണിക്കും. അപ്പൊ എത്ര പെട്രോൾ ഉണ്ട് അത്ര കാണിക്കും. ഇപ്പൊ ചെക്ക് ചെയ്യണം ഇപ്പൊ എത്ര പെട്രോൾ ഉണ്ട്. നമ്മുടെ വണ്ടി ഇപ്പൊ പെട്രോൾ അടിക്കാൻ വന്നിരിക്കണം. നമുക്ക് നോക്കാം എത്ര രൂപയ്ക്കാണ് വണ്ടി പെട്രോൾ അടിക്കുന്നത്. വണ്ടി എടുത്തു കേട്ടോ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. ഈ കണ്ട ഈ ഫോണിൽ അവർക്കൊരു OTP വരും. ഈ OTP ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ട് ആ പെട്രോൾ ഇവർ കട്ടാവും. ഇപ്പൊ തുറക്കണുണ്ടല്ലേ പെട്രോളിന്റെ ക്യാന്. ഇനി അവര് OTP അടിക്കുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് ആണ് കമ്പനി കൊടുത്തു എന്ന് അറിയാൻ പറ്റും.
ഫസ്റ്റ് ഇവർ പോയിന്റ് നമ്പർ പറയും കേട്ടോ. ഇവർക്ക് ഇത്ര പോയിന്റിൽ നിറച്ച് പറഞ്ഞാൽ അതിൽ ഒരു ഡിസ്കൗണ്ട് കിട്ടും. മൊബൈലിലേക്ക് ഇപ്പോൾ ഒരു OTP വരും. കണ്ട 13,000 പെട്രോൾ ഉണ്ട്, ഫുള്ള് ഇടാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഫോണിലൊരു OTP വരും. കണ്ട ഫോണിൽ തപ്പണുണ്ട്. ആ OTP ഇവിടെ അടിച്ചാലേ ആ പെട്രോൾ അടിക്കാൻ പറ്റും. പിന്നെ കമ്പനിയാണ് ഇത് കൊടുക്കുക. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഡീലിങ്സ് ഇല്ല കാശിൻ്റെ. अरे जी दूसरा नंबर है गाड़ी का DDD01। अरे जो नंबर है OTP का वही डलाएंगे। तो गाड़ी का नंबर तो चेंज है, इसको पूछ लो तो फिर करो OTP वही है जो आएगा ना। ठीक है 13,600 का കണ്ട മാക്സിമം ലിമിറ്റ് പറയുന്നത് 13,000 ഇതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അത്രയും അടിക്കാം. കണ്ട ഇനി ഓടാൻ തുടങ്ങും. 13,000 രൂപയ്ക്ക് ഇത് അടിച്ചുകൊണ്ടേയിരിക്കും. गाड़ी का नंबर है DDD01 पहले का गाड़ी 9 चलाता था. രാത്രി നമ്മൾ അവിടെ നാഗ്പൂർ എത്താൻ സമയമെടുത്തു. അത് കാരണം നമ്മൾ ഒരു നാഗ്പൂരിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരെ ഉള്ള ഒരു ധാബയിൽ ഞാൻ കടന്നുറങ്ങിയത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നാഗ്പൂരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ലിഫ്റ്റ് തന്നത് ഒരു പഞ്ചാബി കേട്ടനാണ്. എനിക്ക് ലിഫ്റ്റ് തന്നത് ഭയ്യ നാം ആക്ക വിക്രംജി സിംഗ്. നമുക്ക് പഞ്ചാബി ഏട്ടന്മാരൊക്കെ നിറയെ ലിഫ്റ്റ് വരും കേട്ടോ, കാണുമല്ലോ. അവർ ഭയങ്കര സ്നേഹമുള്ളതാണ്. നമ്മളിപ്പോൾ അവരെ ഗുരുദ്വാരയിൽ പോയി കടന്നാലും നമുക്ക് സോനെ ദേഗ. ഗുരുദ്വാരയിൽ പോയി കടന്നാലും നമുക്ക് ഉറങ്ങാനൊക്കെ വിടും. ഇപ്പോൾ ഈ പോണത് പറയുന്നത് ഗുരുദ്വാരയ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അറിയാമല്ലോ, ഞാൻ വന്നത് ഇപ്പോൾ നാഗ്പൂരിക്ക് ഒരു 50 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വന്നത് ഇപ്പോൾ ഒരു പഞ്ചാബി ഏട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഗുരുദ്വാരയ്ക്ക് വരണമാണ്. അപ്പോൾ ശരി വരാമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗുരുദ്വാരയ്ക്ക് പോവാണ്. ഗുരുദ്വാരയ്ക്ക് പോകുമ്പോൾ തലയിൽ കെട്ട എന്തെങ്കിലും വേണം പറഞ്ഞു. നമ്മൾ ഗുരുദ്വാരേൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇതാണ് ഗുരുദ്വാരൻ്റെ ഉള്ളിൽ. ഗുരുദ്വാരേൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വന്നാലും ഫുഡ് തരും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, കണ്ടില്ലേ ഫുഡ്. നമ്മൾ എന്ത് വന്ന് ചോദിച്ചാൽ ഇവിടെ കടക്കാൻ റെസ്റ്റ് എടുത്താലും നമുക്ക് ഫുഡ് തരും. അതാണ് നമ്മുടെ बाबा सत श्री अकाल. हर समय यहाँ खाना मिलता है. നമ്മൾ ആര് വന്ന कोई भी आएगा तो भी खाना मिले. കണ്ട ഇതാണ് നമ്മുടെ പഞ്ചാബി ആൾക്കാരുടെ ട്രഡീഷൻ പറയുന്നത്. നമ്മൾ എപ്പോൾ വന്നാലും അവർ ഫുഡ് നമുക്ക് തരാൻ റെഡിയാണ്. ശരിക്കും ഇവർ പൂജ ചെയ്യിക്കണമെന്ന് പറയുന്നത്, അല്ലെ റെസ്പെക്റ്റ് കൊടുക്കണമെന്ന് പറയുന്നത് ഗുരു ഗ്രന്ഥ് സാഹിബിലാണ് റെസ്പെക്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ അവിടെ ആൾ തൊഴുകണുണ്ടില്ലേ. ഇതേപോലെ ആര് വന്നാലും അവർ ഗുരുദ്വാരയിൽ റെസ്പെക്റ്റ് കൊടുത്ത് തൊഴുകും. ഞാൻ എന്നെയും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കറക്റ്റായി നമുക്ക് ഈ ഇതിനെപ്പറ്റി അറിയാത്ത കാരണമായിരുന്നു. गुरु सत श्री अकाल. गुरुद्वारा गुरु नानक निवास डोंगर वर्धा रोड डोंगर गाँव. यहाँ के मुख्य सेवादार बाबा जयेंद्र सिंह जी है और यहाँ पे 24 घंटे लंगर चलता है. कभी भी आओ, कोई भी आओ, यहाँ सब भोजन दान चलते रहता है. वाहिगुरु जी का खालसा, वाहिगुरु जी की फतेह. നമ്മളിവിടെ സെൽഫ് സർവീസാണ് സാർ. നമുക്ക് ആവശ്യമുള്ള കിണ്ണം നമ്മൾ തന്നെ എടുക്കണം. ഏതെങ്കിലും ഒരു കിണ്ണം എടുക്കാം. അതുപോലെ തന്നെ കുടിക്കാനുള്ള ഗ്ലാസ്. ഇത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാനുള്ള ഈ പച്ച ഇതിലേ പോയി ഇരിക്കാം. നമുക്ക് ഫുഡ് വിളമ്പൻ തുടങ്ങി. അവർ കയ്യിലാണ് വാങ്ങുന്നത്. ഞാൻ വീഡിയോ എടുക്കണ കാരണം കയ്യിൽ വാങ്ങാണ്ടിരുന്നത്. പിന്നെ നമ്മൾ കഴിച്ച കിണ്ണം നമ്മൾ തന്നെ കഴുകണം കേട്ടോ. ഇവിടെ സെൽഫ് സർവീസാണ്.
പ്ലേറ്റ് എടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ പ്ലേറ്റ് വെക്കണം. പ്ലേറ്റ് എവിടെ നിർത്തി പ്ലേറ്റ് വയ്ക്കുക. ഗ്ലാസ് ഇതാ ഇവിടെ ഗ്ലാസ് വെക്കുക. ഇനി ചായ നെപ്പിത്ത കഴിഞ്ഞാൽ നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത് പകുതി ഇട്ടാലേ അവർ ഉള്ളിൽ കയറ്റും. അവർ പഞ്ചാബി ആൾക്കാരെല്ലാവരും പകുതി ഇടും തലയിൽ. അപ്പോൾ നമ്മൾ ഈ വേറെ റിലീജിയനിലുള്ളവർ ആര് വന്നാലും അവർ കയറ്റുവിടും. അങ്ങനെ റിലീജിയനെ ഒന്നും ചോദിക്കില്ല. അവർ ആര് വന്നാലും പക്ഷേ തലയിൽ ഇതേപോലത്തെ പകുതി ഇടണം. പകുതിയല്ലേ തോർത്ത്. ഇത് പകുതിയല്ല, എന്നെക്കൊണ്ട് ഏട്ടൻ പറഞ്ഞു നമ്മൾ തോർത്ത് കെട്ടിയാലും കുഴപ്പമില്ല. പകുതി പറയുന്നത് ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചു. ഇനി പോകാൻ പോണ വണ്ടിയാണ്. വണ്ടിയിൽ നിന്ന് ഇനി എനിക്കൊരു നമ്മൾ മഹാരാഷ്ട്ര എത്തി, നാഗ്പൂരിൻ്റെ അടുത്ത് എത്തി. ഇനി അടുത്ത വ്ളോഗാണ് നാഗ്പൂരിനെ പറ്റി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക എന്തൊക്കെയാണ്